വേദേ, താൻ ഇതെന്തൊക്കെയാടോ ഈ പറയുന്നത്? ഭദ്രയെ ഞാൻ മനഃപൂർവ്വം മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവൾക്ക് എന്നോട് പകയും ദേഷ്യമൊക്കെ തോന്നേണ്ട ആവശ്യമുള്ളൂ. ഇന്നുവരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ അവളെ ഒരിക്കൽ പോലും മോഹിപ്പിച്ചിട്ടില്ല. വീട്ടുകാർ ഉറപ്പിച്ച തീരുമാനത്തിൽ വഴങ്ങിക്കൊടുക്കുമ്പോൾ ഒക്കെ ഞാൻ അവളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. കുഞ്ഞുനാൾ തൊട്ടേ ആഗ്രഹിച്ചതൊക്കെ സാധ്യമാകണമെന്ന വാശി മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നോട് തോന്നിയ ഈ സ്നേഹവും ഇഷ്ടവും ഒക്കെ ആ വാശിയുടെ മറ്റൊരു രൂപമായിരുന്നു വേദ. താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോ തന്നെ ഞാൻ കണ്ടുമുട്ടിയതോ ഒന്നുമല്ല ഭദ്രയെ ഞാൻ വിവാഹം കഴിക്കാതിരിക്കുന്നതിന് കാരണം. അവളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടാൻ എനിക്ക് പലപ്പോഴും പ്രയാസം തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛൻ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് മാത്രമായിരുന്നു ഞാനെല്ലാം സഹിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ അന്ന് ഞങ്ങളുടെ നിശ്ചയം നടന്നുവെങ്കിലും അതൊരിക്കലും വിവാഹത്തിലേക്ക് എത്തില്ലെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഭദ്ര ഒരിക്കലും എന്നെ അല്ലായിരുന്നു സ്നേഹിച്ചിരുന്നത്. കൈലാസത്തിലെ അന്തസ്സും അവിടുത്തെ ഇളയ മരുമകൾ സ്ഥാനവും മാത്രമായിരുന്നു അവൾ എന്നും ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരുവളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പാവം പൂച്ചക്കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഞാനാണോ ശരിക്കും തെറ്റുകാരൻ? പറ, എനിക്കിതിനൊരു ഉത്തരം തരാൻ ഇനി വേദയ്ക്കേ സാധിക്കൂ. അവളുടെ ഇരു തോളുകളിലും കൈനീട്ടി വച്ചുകൊണ്ടവൻ അവളെ നോക്കിയത് പറയുമ്പോൾ വേദ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അനന്തേട്ട പറഞ്ഞത്. എൻ്റെ അനന്തേട്ടനെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയോ ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല പറഞ്ഞത്. ഭദ്രേച്ചിയുടെ വാശിയിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ... അവളത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പെട്ടെന്ന് അനന്തു അവളുടെ അധരങ്ങൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി. അങ്ങനെ അവളുടെ വാശിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. താനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഈ അനന്തുവിന് ഇനി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെയും എൻ്റെ പെണ്ണിൻ്റെ മേലിൽ ഒരു പോറലേൽക്കാൻ പോലും ഈ അനന്തനാരായണൻ സമ്മതിക്കില്ല. കാരണം തന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ. ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവനത് പറയവേ പെട്ടെന്ന് ആ കണ്ണുകളിൽ നിറയെ മെഴുനീര് പൊടിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ്റെ വാക്കുകളിലെ സ്നേഹവും സത്യവും തിരിച്ചറിഞ്ഞതുപോലെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം പൂഴ്ത്തിവെച്ച് നിൽക്കുമ്പോൾ തൻ്റെ രണ്ടു കൈകളും ചേർത്തവൻ അവളെ തൻ്റെ നെഞ്ചോട് മുറുക്കി പിടിച്ചു. അവളുടെ നെറുകിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പിന്നെ പതിയെ തൻ്റെ വിരലുകൾ അവൻ അവളുടെ അരയിലൂടെ തഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ സുഖത്തിൽ വേദ അവനെ ഒന്നുകൂടി മുറുക്കി പിടിക്കുകയായിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയി. പഠനവും ജോലിയും എല്ലാമായി അവർ അവരുടെ സന്തോഷങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. കോളേജിൽ വെച്ച് തരം കിട്ടുമ്പോഴൊക്കെ ഭദ്രയുടെ ഉപദ്രവം വേദയ്ക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും തളരാതെ അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുൻപോട്ട് പോകാൻ തന്നെ തയ്യാറായിരുന്നു. അന്ന് ഒരു ഞായറാഴ്ച ദിവസം വേദ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അനന്തു കട്ടിലിൽ തന്നെ കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്നു. അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ വേദയെ അറിയാതെയൊന്ന് പുഞ്ചിരിച്ചു പോയി. പിന്നെ തൻ്റെ ഈറൻ മുടിയിലെ വെള്ളമെല്ലാം തുവർത്തിയ ശേഷം ടവലുകൊണ്ട് ആ മുടി നന്നായി പരിഞ്ഞു കെട്ടിക്കൊണ്ടവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുടിയിഴകളിലൂടെ പതിയെ വിരലുകൾ ഓടിച്ചു വിടാൻ ശ്രമിക്കുമ്പോഴാണ് രോമമില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന അവൻ്റെ കവിൾത്തടത്തിൽ അവളൊന്ന് അമർത്തി ചുംബിച്ചത്. ആ ചുടുചുംബനം ഏറ്റുവാങ്ങിയ സന്തോഷത്തിൽ പെട്ടെന്നാണ് അവൻ ഒറ്റക്കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവളെ ഒന്ന് നോക്കിപ്പോയത്. തീർന്നോ ഇത്ര പെട്ടെന്ന്? എന്ത് തീർന്നോന്ന്? അല്ല, ഉമ്മ വയ്ക്കുന്നത് തീർന്നോന്ന് ചോദിച്ചതാ. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയാൻ തുടങ്ങുമായിരുന്നു ഞാൻ. അയ്യടാ, ആ മോഹൊക്കെ തൽക്കാലം എൻ്റെ മോനൊന്ന് മാറ്റി വെച്ചേക്കേ. എന്നിട്ട് വേഗം ഇവിടുന്ന് എണീക്കാൻ നോക്ക്. എണീക്കേ? അതെന്തിന്? ഇന്ന് ഞായറാഴ്ച അല്ലേടോ. ഇന്നെനിക്ക് ലീവാണെന്ന് തനിക്കറിയാൻ പാടില്ലേ വേദ? പോരാത്തതിന് ഇന്നലത്തെ ഓവർ ടൈം ഡ്യൂട്ടിയുടെ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഈ ഏട്ടൻ കുറച്ചു നേരം കൂടി ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഭാര്യയെ. അവൻ ഞെളി പിരിഞ്ഞുകൊണ്ട് ഒന്നുകൂടി തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചപ്പോഴേക്കും വേദ അവനെ പിടിച്ചു വലിച്ച് വീണ്ടും തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. ആയിക്കോട്ടെ, ഇന്ന് മുഴുവൻ സമയവും എൻ്റെ അനന്തേട്ടൻ റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ രാവിലെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം ആണെന്ന് മാത്രം. ക്ഷേത്രത്തിലേക്കോ? അതെന്തിന്?
ഇന്ന് എന്തെങ്കിലും വിശേഷ ദിവസമാണോ ക്ഷേത്രത്തിലേക്ക് പോകാൻ? ആ, ചെറിയൊരു വിശേഷമുണ്ട് ഇന്ന്. അവൾ അതും പറഞ്ഞുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ്റെ ചെവിയോരത്തേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. ഹാപ്പി ബർത്ത്ഡേ അനന്തേട്ടാ. കേട്ടപാടെ ഒരു അത്ഭുതത്തോടെ അവൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ബർത്ത്ഡേയോ? താൻ എങ്ങനെയാ വേദ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്? അനന്തേട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്ഡേയിലെ നാൾ വെച്ച് നോക്കിയപ്പോൾ ഇന്നാണ് ആ ദിവസം എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടെന്നർത്ഥം. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? എൻ്റെ കാര്യങ്ങളിലൊക്കെ അനന്തേട്ടൻ വേണ്ട പോലെ ശ്രദ്ധ കാണിക്കുമ്പോൾ ഞാനും തിരിച്ച് ആ സ്നേഹം അറിയിക്കേണ്ടത് എൻ്റെ കൂടി കടമയല്ല അനന്തേട്ടാ. പിന്നെ വേണം, തീർച്ചയായും കാണിക്കണം. ആ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ എൻ്റെ വേദക്കുട്ടി ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു കുസൃതി ചിരിയോടെ പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചും ഒരു ഞെട്ടലോടെയാണ് വേദ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അബദ്ധം പിണഞ്ഞതുപോലെ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത്. സമ്മാനോ? അത് പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അവനിൽ നിന്നും നേരിടേണ്ടി വന്ന അമ്പരപ്പോടെ നഖം കടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഭാവത്തിൽ നിൽപ്പ് തുടരുമ്പോഴാണ് അവൻ ബെഡ്ഷീറ്റെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വന്നത്. അല്ല, ഇതെന്തൊരു നിൽപ്പാ? ഇത്രയും നേരമായിട്ടും എൻ്റെ ചോദ്യത്തിനൊരു മറുപടിയുമില്ല, സമ്മാനവുമില്ല. മോശമായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി. അവളെ നോക്കി പരിഭവത്തോടെ അത് പറയുമ്പോൾ വേദ നിരാശയോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തന്നോട് പിണങ്ങിയ മട്ടിൽ നിൽക്കുന്നവനെ അല്പം വിഷമത്തോടെ അവൾ തൊട്ടു വിളിക്കാൻ ശ്രമിക്കുമ്പോഴും അനന്ത് വീണ്ടും പരിഭവം കാണിച്ചുകൊണ്ട് അവളിൽ നിന്നും മുഖം വെട്ടിച്ചു കളയുകയായിരുന്നു. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും വേദയുടെ ഉള്ളൊന്നറിയാതെ പിടഞ്ഞുപോയി. നിറക്കണ്ണുകളോടെ അവൾ അന്നേരം മുഖം കുനിച്ചു നിന്ന് സങ്കടപ്പെടുകയായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എൻ്റെ അനന്തേട്ടന് തരാൻ ഞാൻ ഒരു ഗിഫ്റ്റും വാങ്ങിയിട്ടില്ലെന്നുള്ളതും സത്യ. ഈ ദിവസം അനന്തേട്ടനൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നതും വഴിപാട് കഴിപ്പിക്കുന്നതും ഒക്കെയാണ് സന്തോഷമെന്ന് ഞാൻ അറിയാതെ കരുതിപ്പോയി. കുഞ്ഞുനാൾ തൊട്ട് ശീലിച്ചതും അതുമാത്രമാണ് അനന്തേട്ടാ. ഗിഫ്റ്റ് വാങ്ങിക്കാനും കൊടുക്കാനും ഒന്നും ഞാൻ ഇതുവരെ ശീലിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ. സോറി അനന്തേട്ടാ. ഇതിൻ്റെ പേരിൽ അനന്തേട്ടൻ എന്നോട് പിണങ്ങിയ എനിക്കതൊരിക്കലും സഹിക്കാനാവില്ല കേട്ടോ. മുഖം കുനിച്ചുകൊണ്ട് ഒരു തേങ്ങലോടെ അവൾ അവൻ്റെ മുൻപിൽ നിന്ന് അങ്ങനെ പറയവേ പെട്ടെന്ന് അനന്തവിനും ആകെയൊന്ന് വല്ലാണ്ടായി. ഒരു തമാശയായി കണക്കാക്കി പറഞ്ഞതുപോലും തൻ്റെ പെണ്ണിനെ ഇത്രമാത്രം വേദനിക്കാൻ ഇടയാക്കിയോ എന്ന കുറ്റബോധത്തോടെ പെട്ടെന്ന് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും തേങ്ങൽ അടക്കി നിർത്താൻ കഴിയാത്ത വേദനയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അന്നേരം മുഖം പൂഴ്ത്തി വെച്ച് നിന്നു. അയ്യേ, എന്താ ഇത് വേദ? ഞാൻ വെറുതെ തന്നെയൊന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേടോ. എനിക്കറിയില്ല എൻ്റെ വേദക്കുട്ടിയെ. അനാവശ്യമായി താൻ ഒരു രൂപ പോലും എൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കില്ലെന്ന് എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കാടോ അറിയാം. ശരിക്കും എൻ്റെ പെണ്ണ് ഇത്രയ്ക്ക് തൊട്ടാവാടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവൾ കേൾക്കെ അവൻ ഇറുക്കി പിടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ സങ്കടവും ദേഷ്യവുമെല്ലാം സഹിക്കാനാവാതെ അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് അമർത്തിയൊന്ന് വലിച്ചു വിട്ടു. പെട്ടെന്നുള്ള വേദനയിൽ അവൻ കുനിഞ്ഞുകൊണ്ട് അവളിൽ നിന്നും കൈയടർത്തി മാറ്റി തൻ്റെ നെഞ്ചൊന്ന് ഒഴിഞ്ഞതും കലങ്ങിയ കണ്ണുകളോടെ വേദ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി. തമാശയോ? ഇതാണോ തമാശ? എനിക്ക് എത്ര സങ്കടമായിന്നറിയോ അനന്തേട്ടനെ? കണ്ണ് തുടച്ചുകൊണ്ടവൾ മുഖം വീർപ്പിച്ച് അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പ് ചുവന്നു തുടക്കുന്നത് ആ വേദനയിൽ അവൻ ഇഷ്ടത്തോടെ നോക്കി കാണുകയായിരുന്നു. പോട്ടെ വേദ, താനൊന്ന് സമാധാനപ്പെടടോ. കാശ് മുടക്കി വാങ്ങിക്കുന്ന ഗിഫ്റ്റിനേക്കാളെല്ലാം ഉപരി എനിക്ക് പ്രിയപ്പെട്ടതൊന്നുണ്ട്. എൻ്റെ വേദക്കുട്ടി തൽക്കാലം ഇപ്പോൾ അതെനിക്ക് തന്നാൽ മതി. അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവൾക്ക് ഇരുവശവും കൈവച്ചുകൊണ്ടവൻ അവളുടെ വിടർന്ന കണ്ണുകളിലേക്കും ആ ചുവന്ന അധരത്തിലേക്കും ഇഷ്ടത്തോടെയൊന്ന് നോക്കുമ്പോൾ വേദയുടെ പിടയുന്ന കണ്ണുകൾ ശ്വാസം അടക്കി പിടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്നേരം പതിയെ അവൻ്റെ കൈവിരലുകൾ അവളുടെ ഇടുപ്പിന് താഴോട്ടിറങ്ങുന്ന കോരിത്തരിപ്പിൽ അവളുടെ ശരീരം അറിയാതെ ഒന്ന് ഞെട്ടിവിറച്ചു പോവുകയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് പോകണം അനന്തേട്ടാ. പെട്ടെന്ന് അവളത് പറയവേ അനന്തൻ തൻ്റെ കൈവേഗം പിറകിലേക്ക് വെച്ചുകൊണ്ട് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പോകണമെന്ന് തനിക്ക് നിർബന്ധമാണോ? എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി എൻ്റെ വേദക്കുട്ടിയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ല എന്ന സങ്കടം വേണ്ട.
പക്ഷേ പോകുന്നതിന് മുമ്പ് ചെലവ് കുറഞ്ഞ സമ്മാനമായ ഒരു ഉമ്മയെങ്കിലും എനിക്ക് തന്നിട്ട് പോയിക്കൂടെ എൻ്റെ ഭാര്യയെ? പരിഭവം കലർത്തിയ ആ വാക്കുകളിൽ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് വേദ അന്നേരം അവൻ്റെ അരികിലേക്കൊന്ന് ചേർന്ന് നിന്നു. എന്നിട്ട് ആ മുഖം പിടിച്ചു വെച്ചുകൊണ്ട് അവൾ അവൻ്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചപ്പോൾ പുഞ്ചിരിയോടെ അവൻ തൻ്റെ മറ്റേ കവിളും അവൾക്ക് മുന്നിലേക്ക് ഇഷ്ടത്തോടെ ഒന്ന് നീട്ടിപ്പിടിച്ചു. പ്രതീക്ഷയോടെ തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ടവൻ വീണ്ടും ആ നിൽപ്പ് തുടരുമ്പോൾ ഒരിക്കൽ കൂടി തനിക്കൊരു ചുടുചുംബനം കിട്ടുമെന്നവൻ കരുതിയിരിക്കെയാണ് വേദ ആ കവിളിൽ അമർത്തിയൊരു കടി നൽകിക്കൊണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിയകന്നത്. അത് കണ്ടതും അനന്തവും അവൾക്ക് പിറകെ പായുകയായിരുന്നു. ക്ഷേത്രസന്നിധിയിൽ കണ്ണുകൾ അടച്ച് വേദ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം അനന്തവും ദേവിയെ കൈകൂപ്പി പ്രാർത്ഥിച്ചു. തൻ്റെ പാതിയായ പെണ്ണിനെ ഒരിക്കലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയേക്കരുതേ എന്നവൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നപ്പോഴും വേദ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെ മുഴുകി നിൽക്കുകയായിരുന്നു. അന്നേരം അവളെ ശല്യപ്പെടുത്തരുതെന്ന് കരുതി അവൻ വേഗം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാനായി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് ശ്രീകോവിലിനകത്തു നിന്നും ഇറങ്ങി വന്ന പൂജാരി അനന്തനാരായണൻ അവിട്ടം നക്ഷത്രം എന്ന പേര് ചൊല്ലി വിളിച്ചത്. കേട്ടപാടെ വേദ വേഗം കണ്ണു തുറന്ന് പ്രസാദം കൈനീട്ടി വാങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അവൾക്കൊപ്പം മറ്റൊരു കൈ കൂടി അത് വാങ്ങിക്കാനായി അവിടേക്ക് നീട്ടി നിന്നത്. ഒരു നിമിഷം സംശയത്തോടെ അവൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ. അനന്തേട്ടൻ്റെ അമ്മയാണ് തനിക്കൊപ്പം പ്രസാദം വാങ്ങിക്കാൻ കൈനീട്ടിയതെന്ന് അറിഞ്ഞതും അവൾ വേഗം തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു. മടിച്ചു നിൽക്കണ്ട. ഭർത്താവിൻ്റെ പേരിൽ കഴിപ്പിച്ച പ്രസാദം ഭാര്യ തന്നെയാ ഏറ്റുവാങ്ങേണ്ടത്. വാക്കുകളിൽ ഒരല്പം ഗൗരവം ഭാവിച്ചുകൊണ്ട് രേണുക അത് പറയുമ്പോൾ വേദ വീണ്ടും ഒരു മടിയോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. സംശയിക്കണ്ട, മോള് തന്നെ ആ പ്രസാദം വാങ്ങിച്ച് അവൻ്റെ നെറ്റിയെ തൊട്ടുകൊടുക്കണം. ഇതുവരെ ആ പതിവ് അമ്മയായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. ഇനി മുതൽ നീ ഉണ്ടല്ലോ അവൻ്റെ കൂടെ. ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് രേണുകയെ അത് പറഞ്ഞ ശേഷം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാനായി അവർ തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും അനന്ത് വലം വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നെത്തിയിരുന്നു. എന്നാൽ അവൻ വന്നതുപോലും അറിയാതെ മറ്റെവിടേക്കോ നോക്കി നിൽക്കുന്ന വേദയെ കണ്ടാണ് പെട്ടെന്ന് അവൻ അവളെ ഒന്ന് തൊട്ടു വിളിച്ചത്. എന്താടോ ഭാര്യേ, തൻ്റെ പ്രാർത്ഥനയും ആലോചനയൊന്നും ഇതുവരെ തീർന്നില്ലേ? അവൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ പെട്ടെന്ന് അവൾ ഇലച്ചാത്തിൽ നിന്നും ഒരു നുള്ളി ചന്ദനം എടുത്തുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്ത ശേഷം കണ്ണുകൾ വിടർത്തി ആശ്ചര്യം കലർന്ന മട്ടിൽ പിറകിലേക്ക് വിരൽ നീട്ടി പിടിച്ചുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അനന്തേട്ട, അമ്മ അവിടെ ഉണ്ട്. ഒരു ഞെട്ടലോടെ അവൻ പെട്ടെന്ന് അവളുടെ പിറകിലേക്കൊന്ന് എത്തി നോക്കി. അമ്മയോ? എവിടെ? താൻ എന്താ വല്ല പകൽ സ്വപ്നവും കണ്ടോടാ? അവളെ കളിയാക്കിക്കൊണ്ട് അവനത് ചോദിക്കവേ വേദയൊന്നും പറയാൻ ശ്രമിക്കാതെ വേഗം അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന് ചുറ്റും നടക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകാതെ അവൻ അവളുടെ കൂടെ നടന്നെങ്കിലും അധികം വൈകാതെ ആ നടത്തം ചെന്ന് അവസാനിച്ചത് അവൻ്റെ അമ്മയുടെ അരികിലേക്ക് തന്നെയായിരുന്നു. കണ്ണുകളടച്ച് അവിടെ പ്രാർത്ഥനയോടെ തൊഴുതു നിൽക്കുന്ന തൻ്റെ രേണു അമ്മയെ കണ്ട നിമിഷം അവൻ്റെ ഉള്ളറിയാതെ ഒന്ന് പിടച്ചു പോവുകയായിരുന്നു. അമ്മയെ കണ്ട സന്തോഷത്തിൽ അവനെല്ലാം മറന്നുകൊണ്ട് പതിയെ അവിടേക്ക് നടക്കാനൊരുങ്ങി. തൊഴുതു നിൽക്കുന്ന തൻ്റെ അമ്മയിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് അവൻ നിശബ്ദനായി നോക്കി നിൽക്കുന്നതിനിടയിലാണ് രേണുക പ്രാർത്ഥനയെല്ലാം മതിയാക്കി പെട്ടെന്ന് കണ്ണു തുറന്നത്. അപ്പോഴും അനന്തു അടുത്തു നിൽക്കുന്നത് രേണുക ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ തന്നോടൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും നടന്നകലാൻ ശ്രമിക്കുന്ന അമ്മയെ കണ്ടയുടനെ അവൻ്റെ ശബ്ദം അറിയാതെ പുറത്തേക്ക് ഉയർന്നു വരികയായിരുന്നു. അമ്മേ. ആ വിളി കേട്ട ഉടനെ രേണുക അവിടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അനന്തുവിനെ അവരും അന്നേരം കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ മകൻ്റെ നാവിൽ നിന്നും ആ വിളി കേട്ടതിൻ്റെ സന്തോഷത്തിൽ പെട്ടെന്ന് അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. അതേ ആവേശത്തോടെ തന്നെ രേണുക അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുടിയിലും മുഖത്തുമെല്ലാം ഒന്ന് തൊട്ടൊഴിഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. ആ സ്നേഹലാളനയിലെല്ലാം മറന്നതുപോലെ ഒരു നിമിഷം അനന്തവും അവിടെ തന്നെ നിന്നു പോവുകയായിരുന്നു. എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്? ഈ അമ്മയെ നീ ശരിക്കും മറന്നു അല്ലേ? ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാനാവാതെ അനന്ത് നിസ്സഹായതയോടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കവേ അതിനെനിക്ക് സാധിക്കുമോ രേണുമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ കൈകൾ തൻ്റെ ഉള്ളം കൈയിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അതിനിടയിലാണ് തൊട്ടപ്പുറത്തെല്ലാം നോക്കിക്കണ്ട് മാറി നിൽക്കുന്ന വേദയെയും രേണുകയെന്ന് ശ്രദ്ധിച്ചത്.
തൻ്റെ ഒരു വിളിക്കായി കാത്തു നിൽക്കുന്ന അവളുടെ കണ്ണുകളിലെ സ്നേഹം തിരിച്ചറിഞ്ഞതുപോലെ രേണുക അവളെ കൂടി തൻ്റെ അരികിലേക്ക് കൈനീട്ടി വിളിച്ചപ്പോൾ ആ മുഖത്തെ സന്തോഷം രേണുക നേരിട്ടറിയുകയായിരുന്നു അന്നേരം. അവൾക്കരികിലേക്ക് ഓടിയെത്തിയ ശേഷം അവൾ ആദ്യം തന്നെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു. അത് കണ്ട ഉടനെ രേണുക അവളെ താങ്ങി പിടിച്ചുകൊണ്ട് തൻ്റെ മാറിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് കിടത്തി. അവളോടുള്ള വാത്സല്യത്തിൽ, ആ മുടിയിൽ പതിയെ തഴുകുന്നതിൻ്റെ സന്തോഷത്തിൽ അവളുടെ കണ്ണുകളും അന്നേരം അറിയാതെ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഈ അമ്മയ്ക്ക് നിങ്ങളോട് പിണക്കമൊന്നുമില്ല മക്കളെ. എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നതിൽ ഈ കുട്ടിയോട് എനിക്കൊരു ദേഷ്യവുമില്ല. എന്നാൽ അച്ഛനെ ധിക്കരിച്ച് തൽക്കാലം നിങ്ങൾ അവിടേക്ക് ക്ഷണിക്കാൻ ഈ അമ്മയ്ക്കിപ്പോൾ ആവില്ല അനന്തു. വേദയെ മാറിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ട് രേണുക അത് പറയവേ അനന്തവും വേദയും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. ഞാനീ പറഞ്ഞത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല മക്കളെ, മറിച്ച് ഭദ്രമോളോടുള്ള കുറ്റബോധം കൊണ്ടാണ്. നീ കാരണം സംഭവിച്ചു പോയൊരു തെറ്റിൻ്റെ പേരിൽ ഇനിയൊരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവളെ മനഃപൂർവ്വം വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവിടേക്ക് വിളിച്ചു കയറ്റാൻ ഈ അമ്മയ്ക്കിപ്പോൾ ആവില്ല അനന്തു. അമ്മ അതിന് ഞാൻ വേണ്ട വേണ്ട അനന്തു. സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് തിരുത്താനോ ന്യായീകരിക്കാനോ ഒന്നുമല്ല അമ്മ ഇപ്പോൾ ശ്രമിക്കുന്നത്. അവൾക്കൊരു ജീവിതം, അതെന്നുണ്ടാകുമോ അന്നേ നിങ്ങൾ രണ്ടുപേരെയും കൈലാസത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റാൻ ഈ അമ്മയ്ക്ക് സാധിക്കുള്ളൂ. അതുവരെ ഈ അമ്മയോട് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണമെന്ന് പറയാനേ എനിക്കിപ്പോൾ കഴിയുള്ളൂ മക്കളെ. തൻ്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയോടെ കണ്ണുനീർ പൊഴിക്കുന്ന അമ്മയുടെ മുഖം കണ്ടു നിൽക്കാനാവാതെ പെട്ടെന്ന് അവൻ അമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നപ്പോൾ വേദയുടെ കണ്ണുകളും താനെ നിറഞ്ഞു വരികയായിരുന്നു. അവർക്ക് മുന്നിൽ നിന്നും മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ആ കണ്ണുനീരിനെ അവൾ പെട്ടെന്ന് മായ്ക്കാൻ ശ്രമിച്ചു. എന്നെക്കുറിച്ച് ആലോചിച്ച് അമ്മ ഒരിക്കലും കണ്ണീരണിയരുത്. എൻ്റെ അമ്മയ്ക്ക് എന്നോട് പിണക്കമില്ലെന്ന് അറിഞ്ഞല്ലോ. അമ്മയുടെ മനസ്സിൽ ഞങ്ങളോട് ഒരിക്കലും വെറുപ്പില്ലെന്നും അറിഞ്ഞല്ലോ. അത് മതി എനിക്ക്. അതിനപ്പുറം ഒരു സന്തോഷവും വേണ്ട ഞങ്ങൾക്ക്. കൈലാസത്തിലെ പണവും സൗകര്യമൊന്നും ഈ അനന്ത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അമ്മേ. ആരുമില്ലാത്ത ഈ പാവം പെണ്ണിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല അന്നെനിക്ക്. അതൊരു തെറ്റായി ഇപ്പോഴും ഈ അനന്തുവിന് തോന്നിയിട്ടുമില്ല. അവനത് പറയവേ രേണുക പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ച് ഒരു നെടുവീർപ്പിട്ടു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരൻ്റെ മുൻപിൽ നീ ചെയ്തത് ഒരു പുണ്യം തന്നെയാണ് അനന്തു. ഈ അമ്മയും അത് മനസ്സിലാക്കുന്നുണ്ട് മോനെ. എന്നാൽ സ്വന്തം മകളെ വേദനിപ്പിച്ചവനോട് ക്ഷമിക്കാൻ മാത്രമുള്ള മനസ്സലിവൊന്നും വനജയ്ക്കും സുധാകരനും ഇതുവരെ കൈവന്നിട്ടില്ല. അവർക്കൊപ്പം നിന്നെ തെറ്റുകാരനായി കാണുന്ന കൂട്ടത്തിൽ നിന്റെ അച്ഛനും കൂടി ഉണ്ടെന്ന കാര്യം നീ ഓർക്കണം ആനന്ദു. ആ മനസ്സിലെ മുറിവ് മാറിക്കിട്ടാൻ അല്പ കാലതാമസം പിടിക്കും മോനെ. സാരല്ല അമ്മേ, എത്ര കാലം വേണമെങ്കിലും എടുത്തോട്ടെ. എന്നെങ്കിലും ഒരു നാൾ ഈ അനന്തുവിനെ എൻ്റെ അച്ഛനും മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് വരും ഇവളെയും കൂട്ടി ഞാൻ ആ കൈലാസത്തിലേക്ക്. മനസ്സിലെടുത്ത തീരുമാനത്തെ വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ടവൻ വേദയുടെ കൈപ്പിടിച്ച് അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോഴാണ് രേണുക ഒരിക്കൽ കൂടി അവനെ ഒന്ന് തിരികെ വിളിച്ചത്. അനന്തു ഡാ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നതിനിടയിലെ ആ വിളിയിൽ അവൻ പെട്ടെന്ന് വീണ്ടും ഒന്ന് പിറകിലേക്ക് നോക്കി. അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന തൂക്കുപാത്രം തുറന്നു പിടിച്ചുകൊണ്ട് രേണുക അവൻ്റെ അടുത്തേക്ക് കൊട്ടിപ്പിടഞ്ഞ് എത്തിക്കഴിഞ്ഞിരുന്നു. നിന്റെ പേരിൽ കഴിപ്പിച്ച പ്രസാദാ ഇത്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം. ഇന്ന് നിന്റെ പിറന്നാളല്ലേടാ ആനന്ദു. അടർന്നു വീഴാൻ ഒരുങ്ങുന്ന കണ്ണുനീർ തുള്ളികൾക്കിടയിലും പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്ന തൻ്റെ അമ്മയുടെ വാത്സല്യം തുളുമ്പിയ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളും അറിയാതെയൊന്ന് ഈറൻ അണിഞ്ഞുപോയി. അപ്പോഴേക്കും പായസം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് സ്നേഹത്തോടെ രേണുക അവൻ്റെ നേർക്ക് വെച്ച് നീട്ടിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനും വാ തുറന്ന് പിടിക്കുകയായിരുന്നു അന്നേരം. കളങ്കമില്ലാത്ത അവർക്കിടയിലെ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ വേദയുടെ മുഖത്തും ആ സന്തോഷം പുഞ്ചിരിയായി തെളിയുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷമാണ് കോളേജിൽ നിന്നും അടുത്തുള്ള ആദിവാസി ഗ്രാമത്തിലേക്ക് ഒരു ക്യാമ്പ് അവർ സംഘടിപ്പിച്ചത്. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ആ യാത്രയിൽ വേദയും പങ്കെടുത്ത് തിരികെ വരുന്നതിനിടയിലാണ് അവരെല്ലാം കൂടി സഞ്ചരിച്ചിരുന്ന ബസ് പെട്ടെന്ന് പണിമുടക്കിയത്. വഴിയിലകപ്പെട്ടത് കാരണം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്നും ആളെ വിളിച്ചു കൊണ്ടുവന്ന് ശരിയാക്കുന്നത് വരെയുള്ള സമയം അത്രയും ബോറിംഗ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ചിലരൊക്കെ ആ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിന്നു. മറ്റു ചിലർ ഫോണിലേക്ക് നോക്കി ബസ്സിനകത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നതിനിടയിലാണ് വണ്ടി ശരിയാക്കാനായി ആളെയും കൂട്ടി ഡ്രൈവർ അവിടേക്ക് എത്തിയത്. എന്നാൽ അവിടേക്കെത്തിയ മെക്കാനിക്കിനെ കണ്ടയുടൻ പുറത്തിറങ്ങി നിന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഭദ്രയുടെ മുഖത്ത് ആദ്യം ഒരു ആശ്ചര്യം പ്രകടമായെങ്കിലും
പെട്ടെന്ന് തന്നെ അതൊരു പരിഹാസത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത്. കണ്ട കാഴ്ചയെ എത്രയും പെട്ടെന്ന് വേദയെ അറിയിക്കാനുള്ള തിടുക്കത്തോടെ അവൾ അവിടെ വെച്ച് ഒച്ചയും ബഹളവും കൂട്ടിയപ്പോഴാണ് പെട്ടെന്ന് കാര്യമെന്തെന്ന് അനന്തുവിനും പിടികിട്ടിയത്. ബസ്സിന്റെ മുന്നിൽ കൊളുത്തിയിട്ട ബാനറിലേക്ക് അന്നേരം അവൻ വേഗം ഒന്ന് കണ്ണോടിച്ചു നോക്കി. തനിക്ക് സംഭവിച്ചു പോയ അബദ്ധത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയതും അപ്പോഴായിരുന്നു. ഈ സമയത്തിനിടയ്ക്ക് വേദയും ഭദ്രയും മറ്റു കുട്ടികളുമെല്ലാം അവൻ്റെ തൊട്ടു മുന്നിലേക്ക് വന്ന് എത്തിക്കഴിഞ്ഞിരുന്നു. കരിപുരണ്ട മെക്കാനിക്കിന്റെ വേഷത്തിൽ നിൽക്കുന്ന തൻ്റെ അനന്തേട്ടനെ പെട്ടെന്ന് അവിടെ വെച്ച് കണ്ട അമ്പരപ്പിൽ വേദ തറച്ചു നിൽക്കുന്നതിനിടയിലാണ് അവിടെ ഒരു സീനുണ്ടാക്കാനായി ഭദ്രയും ശ്രമം തുടങ്ങിയത്. കൂട്ടുകാരികളെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് മുൻപിൽ വച്ച് മനഃപൂർവ്വം അനന്തുവിനെ മാനം കെടുത്താനുള്ള അവസരം അവൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുകയായിരുന്നു അന്നേരം അത്രയും. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. നമ്മുടെ ഈ ആനവണ്ടി ശരിയാക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഗൈസ്? തൻ്റെ സംസാരവും പെരുമാറ്റവുമൊക്കെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുന്നവർക്കിടയിലേക്ക് ഭദ്ര വീണ്ടും ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങി. അതെ, ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അത് വെളിപ്പെടുത്താൻ പോവുകയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ചെവി തുറന്നു വെച്ച് തന്നെ കേട്ടോളൂ. ഈ നിൽക്കുന്നതാണ് കൈലാസത്തിലെ സാക്ഷാൽ അനന്തനാരായണൻ. താനെന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ ഭദ്ര ഗമയോടെ നിൽക്കുന്നതിനിടയിലാണ് അവർക്കിടയിൽ നിന്ന് ഒരു കൂട്ടുകാരി അവളോടൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അതെങ്ങനെ ശരിയാകും ഭദ്രേ? കൈലാസത്തിൽ സാക്ഷാൽ പരമശിവനല്ലേ ഉണ്ടാവുക? അനന്തനാരായണൻ അങ്ങ് വൈകുണ്ഠത്തിലല്ലേടി കിടക്കുന്നത്. പിന്നെ എങ്ങനെയാ ഭദ്രേ ഇങ്ങനെയൊരു കോമ്പിനേഷൻ ശരിയാവുക? കൂട്ടുകാരികൾക്കിടയിൽ നിന്നും അനന്തുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നും ഉയർന്നു വരുമ്പോൾ അതെല്ലാം കേൾക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ അവനെ നോക്കി പുച്ഛത്തോടെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭദ്ര അന്നേരം.